കോഴിക്കോട് മാമി തിരോധാന കേസിൽ കാണാതായ മുഖ്യസാക്ഷി രജിത് കുമാറിനെ കണ്ടെത്തി. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഗുരുവായൂരിലെ ലോഡ്ജിൽ നിന്ന് രജിത് കുമാറിനെയും ഭാര്യയെയും പോലീസ് കണ്ടെത്തി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഗുരുവായൂർ പോലീസിന്റെ പരിശോധന. മനസമാധാനത്തിന് വേണ്ടിയാണ് നാടുവിട്ടതെന്ന് രജിത് കുമാർ മീഡിയ വണ്ണിനോട് ആദ്യമായി പ്രതികരിച്ചു. നിങ്ങള് ഒളിവിലാണ്, അല്ല എവിടേക്കോ കോഴിക്കോട് നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു വാർത്ത ഉണ്ടായിരുന്നു. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ഗുരുവായൂരാണുള്ളേ. ഇന്നലെ രാവിലെ അല്ലേ ഇവിടുന്ന് പോയത് കോഴിക്കോടുന്ന്? അതെ. ഇതെന്താ പോവാനുള്ളൊരു കാരണം? എങ്ങനെ പോലീസ് ചോദ്യം ചെയ്തല്ലോ? ഇപ്പൊ നിങ്ങൾ എവിടെയുള്ളേ? ഗുരുവായൂര് ഹോസ്പിറ്റലിലാ? പോലീസ് ഉണ്ടോ? എവിടെ നടക്കാവ് പോലീസാ അതോ? ഏത് ഗുരുവായൂരത്തെയോ? അതെ അല്ലെ. അല്ല എന്താ അവരിപ്പോ പോലീസ് എങ്ങനെ നിങ്ങള് എടുത്തെത്തിയേ? അല്ല നിങ്ങൾ എന്താ ഇപ്പൊ പോലീസ് ചോദിച്ചത് നിങ്ങളോട്? ഓ അത് ശരി. അപ്പൊ അവര് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുവരികയാണോ? കോഴിക്കോടേക്ക് വരുവാണോ നിങ്ങള്? ചെയ്യാതെ തെറ്റിന് ഒരുപാട് പീഡനം അനുഭവിച്ചാളാ. ഒരു പ്രത്യേകക്കാളും ഞങ്ങൾ പീഡനം അനുഭവിച്ചാളാ. ഞങ്ങൾ എന്ത് ജീവിക്കാനാ? നാട്ടിലും വീട്ടിലും സമൂഹത്തിലും ഞങ്ങൾ എന്ത് ജീവിക്കാനാ? രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഗുരുവായൂർ പോലീസിന്റെ ഇങ്ങനെയുള്ളൊരു പരിശോധന. അതിനുശേഷമാണ് രജിത് കുമാറിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന് ഷിത ജഗത്തും തൃശൂരിൽ നിന്ന് കെ അഖിലും തത്സമയം ചേരുന്നുണ്ട്. ഷിത എപ്പോഴാണ് ഈ രജിത് കുമാറുമായി ബന്ധപ്പെട്ടത്? എന്താണ് അദ്ദേഹം പറയുന്നത്? ഇങ്ങനെ മാറി നിൽക്കാനുള്ള കാരണം എന്തായിരുന്നു? അമൃത, അല്പസമയം മുമ്പാണ് ഈ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഈ ആക്ഷൻ കമ്മിറ്റി എല്ലാമുള്ള ഒരു ഗ്രൂപ്പിൽ രജിത് കുമാറിൻ്റെ എന്ന് പറയുന്നുള്ള ഒരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത്. ഞാൻ പോവുകയാണ്, ഞാൻ മാറി നിൽക്കുകയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളാണ് ചോദിക്കുന്നത്, നിങ്ങളെയല്ലേ കാണാതായി എന്ന് പോലീസ് പറയുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോഴാണ് താൻ ഗുരുവായൂരിലാണ് ഉള്ളത് എന്ന് രജിത് കുമാർ പറയുന്നത്. ഗുരുവായൂരിൽ പോലീസിനൊപ്പമാണ് എന്ന് രജിത് കുമാർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിരന്തരമുള്ള പോലീസ് ചോദ്യം ചെയ്യുന്നതിൽ മനം നൊന്നിട്ടാണ് താൻ നാട് വിട്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ തന്നെ ഒരു പ്രതിയെ പോലെയാണ് കാണുന്നത്, തന്നോട് അങ്ങനെയാണ്, ആ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിലുള്ള മാനസിക വിഷമം മൂലമാണ് താൻ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം രജിത് കുമാർ പറയുന്നുണ്ട്. ഒപ്പം എങ്ങനെയാണ് പോലീസ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയത് എന്നുള്ള കാര്യം കൂടെ ചോദിച്ചപ്പോൾ ഈ ഫോട്ടോ ഇന്ന് ഉച്ചയോടുകൂടെ തന്നെ നടക്കാവ് പോലീസ് ഇരുവരുടെയും രജിത് കുമാറിന്റെയും ഭാര്യ സുഷാരയുടെയും ഫോട്ടോ പതിപ്പിച്ചുള്ള ഒരു നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇവരെ കാണാനില്ല, എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ആ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് പോലീസ് ഇവരോട് ഇത് നിങ്ങളല്ലേ എന്ന് ചോദിച്ച് പോലീസ് ഗുരുവായൂരിലുള്ള പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂരിലുള്ള പോലീസിന്റെ ഒപ്പമാണ് ഇപ്പോൾ രജിത് കുമാർ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ. കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് രജിത് കുമാർ തന്നെ നമ്മളോട് പങ്കുവെച്ചിട്ടുള്ളത്. രജിത് കുമാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യും, തനിക്ക് ഈ കേസുമായി യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് പോലും അദ്ദേഹം ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഈ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, തന്നെ ഈ മാനസികമായി തന്നെ പീഡിപ്പിക്കുകയാണ് എന്നുള്ള കാര്യമാണ് രജിത് കുമാർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ നാട് വിട്ടത് എന്നുള്ളത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1.5 വർഷമായി 2023 ഓഗസ്റ്റിലാണ് മാമിയെ കാണാതാവുന്നത്. അന്ന് മുതൽ തന്നെ ഈ അന്വേഷണം തുടങ്ങിയിട്ടും എവിടെയാണ് മാമി എന്ന് കണ്ടെത്താൻ ആയിട്ടില്ല. അത് പല അന്വേഷണ സംഘം വന്നെങ്കിൽ പോലും മാമിയുടെ തിരോധാന കേസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, മാമിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത സമയത്തും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ പലതവണ രജിത് കുമാറിനെ വിളിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രധാന അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അവർ ഈ രജിത് കുമാർ പറയുന്നത് മാനസിക സംഘർഷം കൊണ്ട് മാറി നിന്നു എന്നാണല്ലോ. പലതവണ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വർഷങ്ങളായി മാമിയുടെ കൂടെയുള്ള ഒരു ഡ്രൈവർ എന്ന നിലയ്ക്കാണോ, അല്ലെങ്കിൽ ഈ മാമിയെ കാണാതായ ആ ദിവസം അന്ന് ഈ രജിത് കുമാർ മാമിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണോ, അങ്ങനെ എന്തെങ്കിലും വിവരത്തെ തുടർന്നാണോ ഇത്തരത്തിൽ നിരന്തരമായ ചോദ്യം ചെയ്യലിലേക്ക് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ കടന്നത്? അമൃത, മാമിയുടെ കൂടെ കഴിഞ്ഞ 20 വർഷമായുള്ള ഒരാളാണ് രജിത് കുമാർ, ഡ്രൈവർ. അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെയാണ്, അതായത് മാമിയെ കാണാതാവുന്ന ദിവസം രജിത് കുമാർ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാമിയെ കാണാതാവുന്നതിന്റെ രാവിലെ രജിത് കുമാർ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നീട് മാമിയെ കാണാതാവുന്ന തലക്കുളത്തൂരിൽ വെച്ചാണ്. ആ ടവർ ലൊക്കേഷനിൽ, ആ ഫോണിന്റെ ടവർ ലൊക്കേഷനിൽ രജിത് കുമാറിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. രജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. അവർ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള
അന്വേഷണത്തിലാണ് മാമിക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ മാമി എവിടേക്കാണ് പോയിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ രജിത്തിന് അറിയാമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. പിന്നീട് പോലീസ് പറഞ്ഞത് പലതവണ ഈ രജിത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മൊഴികളിൽ ചില സമയങ്ങളിലെല്ലാം തന്നെ വൈരുദ്ധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ലോക്കൽ പോലീസ് രജിത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചും ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. 7-ാം തീയതിയാണ് രജിത്തിനെ അവസാനമായി ചോദ്യം ചെയ്യുന്നത്. അന്ന് ചോദ്യം ചെയ്യുമ്പോൾ രജിത്തും ഭാര്യയും ഉണ്ടായിരുന്നു. ഭാര്യയുടെ ഫോൺ ക്രൈംബ്രാഞ്ച് അവിടെ വാങ്ങിവെക്കുകയാണ് ഉണ്ടായത്. അത് പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിറ്റേ ദിവസം 8-ാം തീയതി ഇവരോട് വീണ്ടും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് അവർ എത്തിയിട്ടില്ല. 7-ാം തീയതി വൈകിട്ട് രജിത് കുമാറും ഭാര്യ സുഷാരയും സഹോദരനെ വിളിച്ച് കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറയുന്നു. പിന്നീട് ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ് ഉണ്ടായത്. 9-ാം തീയതിയാണ് ഇവർ രാവിലെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു ടൂറിസ്റ്റ് ഹോമിൽ നിന്നും മടങ്ങുന്നതായുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ അവിടെ നിന്നും പോയി എന്ന് മനസ്സിലാവുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ ഓട്ടോറിക്ഷ പോയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് എന്ന് കണ്ടെത്തുന്നു. അവിടെ നിന്നും ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനിൽ കയറിയതായും മനസ്സിലാവുന്നു. പിന്നീട് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം പ്രകാരം ഗുരുവായൂർ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു. എന്തായാലും ഇതിൽ പോലീസ് പറയുന്ന, ക്രൈംബ്രാഞ്ച് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മാമിയുടെ കൂടെ അവസാനം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അദ്ദേഹത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് രജിത് കുമാറിൽ നിന്ന് അറിയേണ്ടതുണ്ട്. രജിത് കുമാർ ഇതിൽ ഈ കുറ്റത്തിൽ പങ്കാളിയാണ് എന്നുള്ളതല്ല, പക്ഷേ രജിത് കുമാറിന് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു തിരോധാന കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ടും യാതൊരു രീതിയിലുള്ള ഒരു തുമ്പും കണ്ടെത്താനായിട്ടില്ല. എവിടെ ഒരു മനുഷ്യൻ എവിടെ പോയി എന്നതുവരെ കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ അതിനുള്ള അവസാന വഴി എന്നുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളതും രജിത് കുമാറിനെ ഇങ്ങനെ തുടർച്ചയായി ചോദ്യം ചെയ്തു വരുന്നതും. അമൃത.